കാസർഗോഡ് മംഗളൂരു അന്തർ സംസ്ഥാന പാതയിൽ KSRTC സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ വെട്ടിക്കുറയ്ക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തും വിഷുദിനങ്ങളിലും ഭാഗികമായി നിലച്ച സർവീസുകൾ ഇതുവരെയും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. ഓരോ 3 മിനിറ്റിലും ബസ് സർവീസ് ഉണ്ടാകേണ്ട പാതയിൽ 20 മുതൽ 25 മിനിറ്റ് വരെ കാത്തുനിന്നാലും ബസ് കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്തും വിഷുദിനങ്ങളിലും ഭാഗികമായി നിലച്ച സർവീസുകൾ ഇതുവരെയും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. ഡിപ്പോയിലെ ജീവനക്കാരുടെ കുറവ്, അനധികൃത അവധികൾ, ബസ്സുകളുടെ ദൗർലഭ്യം എന്നിവയാണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലെന്നാണ് സൂചനയെങ്കിലും അധികൃതർ ഇതുവരെ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. രാത്രി 7 മണിക്ക് ശേഷം മംഗളൂരു ഭാഗത്തേക്ക് ബസ്സുകൾ കുറവായത് കാരണം സ്റ്റാൻഡുകളിൽ അമിത തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രണാതീതമാകുന്നതോടെ യാത്രക്കാർക്കിടയിൽ വാക്കേറ്റവും സംഘർഷവും പതിവായിട്ടുണ്ട്. ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒന്നിലധികം ബസ്സുകൾ ഒരുമിച്ച് വരുന്നതും അവ മത്സരിച്ചോടുന്നതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. യാത്രക്കാരുടെ ഈ ദുരിതം ആഴ്ചകളായി തുടരുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ വിഷയത്തിൽ ഇടപെടാത്തത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. സാധാരണക്കാരായ യാത്രക്കാരുടെ ഈ ബുദ്ധിമുട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നത് കഷ്ടമാണെന്നും ഉടൻ തന്നെ കൂടുതൽ ബസ്സുകൾ അനുവദിക്കാനും യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കാനും അധികൃതർ തയ്യാറാകണമെന്നും തുമിനാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രവീന്ദ്ര ഷെട്ടി ആവശ്യപ്പെട്ടു. പൊതുജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. കാസർഗോഡ് മാംഗ്ലൂർ പോകുന്ന KSRTC ബസ് ഇന്ന് കുറേ കുറവായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കാസർഗോഡ് വന്ന് ഒരു 3 മിനിറ്റ് ഒരിക്കൽ പോകുന്ന ബസ് ഇന്ന് 20 മിനിറ്റ് 25 മിനിറ്റ് ഒരിക്കൽ ഒന്ന് ബസ് വന്നോണ്ടുണ്ട്. അത് എന്ത് വിഷയമെന്ന് നമുക്ക് വരില്ല. പക്ഷേ അവിടുത്തെ ഡ്രൈവറിൻ്റെ കുറവോ അല്ല ബസ്സിൻ്റെ കുറവോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ ഇവിടെ കുറേ ആൾക്കാർ ഇനി കാത്തിട്ട് കുറേ ഇവിടെ ചില ടൈമിൽ കലട്ടാണ്. പക്ഷേ ഈ റൂട്ടിൽ പോകുന്ന ബസ്ക്ക് ശരിയായിട്ട് ലോക്കൽ ബസ്സില്ല. പക്ഷേ ഇനി കാത്തിരിക്കുന്ന കുറേ ആളുണ്ട്. അതിന് വേണ്ടിയിട്ട് KSRTC ബസ് 25 മിനിറ്റിന് ഒരിക്കൽ പോകുന്ന ബസ്സിന് 3 മിനിറ്റ് പോകുന്ന നിയമം ഉണ്ടായാലും 25 മിനിറ്റ് ഒരു ബസ് വന്നാലും അതിൻ്റെ അപ്പുറം 3 ബസ് വന്നുകൊണ്ടുണ്ട്. അതിന് 3 മിനിറ്റ് ഒരിക്കൽ വരുന്ന പോലെ ആക്കിയിട്ട് പിന്നെ ഇവിടെ പറയുന്ന ബസ്സില്ലാന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. ആൾക്ക് അതിന് ഡ്രൈവർ ഇല്ലയെന്ന്. പക്ഷേ ഇതിനെ എത്ര പേ ഇതിനെ സുധാരിക്കണം. അല്ലാതെ ഇത് വിഷു വേറെ ഇങ്ങനത്തെ ഫംഗ്ഷന് വരുമ്പോൾ ഒരേ ആൾക്കാർ ഭയങ്കര വിഷമം ഉണ്ടാകുന്നു. ചില ടൈമിൽ ഇവിടെ അടിയും ഉണ്ടാവുന്നു ഈ ബസ്സിൻ്റെ ഇതിന് വേണ്ടി. അതിന് വേറെ ലോക്കൽ ബസ്സില്ല. ഇതിനെ കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ മാംഗ്ലൂർ ബസ് KSRTC കരിയായിട്ട് പായുന്നുണ്ട്. പക്ഷേ നമ്മളെ കേരള KSRTC ഈ റൂട്ടിൽ കറക്റ്റായിട്ട് പായുന്നില്ല. അത് എന്താണ്? അതിന് വേണ്ടിയിട്ട് ഈ 3 മിനിറ്റ് ഒരിക്കൽ പായുന്ന ബസ് എത്ര 3 മിനിറ്റ് ഒരിക്കൽ ഒരു ബസ് പായുന്ന പോലെ ഈ KSRTC പായിക്കണമെന്ന് പറയാനായിട്ട് ഞാൻ എല്ലാവരുടെ പരമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.